നമസ്കാരം. പ്രശസ്ത ആംഗലേയ സാഹിത്യകാരനായിരുന്ന റോബർട്ട് ലിൻഡ് ഒരിക്കൽ പറഞ്ഞു, നമ്മൾ ഓരോ കാര്യങ്ങളും മറക്കുന്നത് അതിൻ്റെ കാരണം തേടിപ്പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എന്നാണ്. വി ഫോർഗെറ്റ് തിങ്സ് ബിക്കോസ് വി വിഷ് ടു ഫോർഗെറ്റ് ദം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം അതിനൊരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ മരുന്ന് കഴിക്കാൻ മറന്നു പോകാറുണ്ട്. ഇത് മരുന്നുകൾ കഴിക്കാൻ നമ്മൾ തീരെ താല്പര്യമില്ലാത്തവരായതുകൊണ്ട് തന്നെ എന്നാണ്. കാരണം മരുന്നെന്ന് പറയുന്നത് ഒരു രുചികരമായ ഭക്ഷണ സാധനമൊന്നുമല്ല, പലതും അരുചിയുള്ളതും നമുക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ മറന്നു പോകുന്നത് എന്നാണ് റോബർട്ട് ലിൻഡ് പറഞ്ഞത്. ഇത് പറയാനുള്ള കാരണം ഇപ്പോൾ പുറത്തു വന്ന ഒരു ഗവേഷണ ഫലം സൂചിപ്പിക്കുന്നത് കൃത്യമായി മരുന്നുകൾ കഴിക്കാതിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ്. ഓരോ വർഷവും മരുന്നുകൾ കൃത്യമായി ഉപയോഗിക്കാതെ, അതായത് പലപ്പോഴും അളവ് തെറ്റിച്ച്, നേരത്തെ ഡോക്ടർ നിർദ്ദേശിച്ചതിൽ കൂടുതൽ അളവിൽ ചിലപ്പോൾ ചില ആളുകൾ മരുന്ന് കഴിക്കാറുണ്ട് പെട്ടെന്ന് അസുഖം ഭേദമാകാൻ. ചില ആളുകൾ അത്രയും കഴിക്കേണ്ടെന്ന് സ്വയം തീരുമാനിക്കാറുണ്ട്. ചില ആളുകളാകട്ടെ മൊത്തത്തിൽ അത് കഴിക്കാതെ തന്നെ ഇരിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ലോകത്ത് മരണനിരക്ക് വൻതോതിൽ വർദ്ധിപ്പിക്കുമെന്നാണ് ബ്രിട്ടനിലെ ഗവേഷകർ പറയുന്നത്. മാത്രവുമല്ല, ലോകത്ത് ഓരോ വർഷവും ആൻറ്റിബയോട്ടിക്കുകൾ കൃത്യമായി അത് ഉപയോഗിക്കാൻ അറിയാത്ത രീതിയിൽ ഉപയോഗിച്ചതിനെ തുടർന്ന് മരിക്കുന്നവരുടെ എണ്ണം 2 ലക്ഷം കവിയുമെന്നാണ്. പ്രമേഹം, ഹൃദ്രോഗം, ആസ്മ തുടങ്ങിയിട്ടുള്ള വളരെ ശക്തമായ തോതിലുള്ള ഈ രോഗങ്ങൾക്ക് വേണ്ടിയുള്ള മരുന്നുകൾ യഥാസമയം കഴിക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ അളവ് തെറ്റി കഴിക്കുകയോ ഒക്കെ തന്നെ ചെയ്യുന്നത് വലിയ തോതിലുള്ള ദുരന്തം, അതായത് പലപ്പോഴും മരണത്തിലേക്ക് തന്നെ അത് കൊണ്ടുവന്ന് എത്തിക്കും എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഡോക്ടർമാർ ഉദ്ദേശിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ തന്നെയാണ് രോഗികളെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കേണ്ടത് എന്നാണ്. പല ആളുകൾക്കും ഡോക്ടർമാർ മരുന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ കഴിക്കണമെന്ന് അവർ സ്വയം തീരുമാനിക്കുന്ന ചില ആളുകളുണ്ട്. അത്തരക്കാരോട് ഇതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. കൃത്യമായി മരുന്ന് കഴിക്കുന്ന രീതി അല്ല പിന്തുടരുന്നത് എങ്കിൽ ഒരുപക്ഷെ മരണം സംഭവിക്കാം. അതല്ലെങ്കിൽ തുടർ ചികിത്സയ്ക്കായി നിങ്ങൾ വേറെ ആശുപത്രികളിൽ ദീർഘകാലം കിടക്കേണ്ടി വരും. ഇത് ഒരുപാട് പണച്ചെലവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നതാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മരുന്നുകളുടെ ഒരു ഡോസ് ഒഴിവാക്കുകയോ നിർദ്ദേശിച്ചാലും കൂടുതലോ കുറവോ യാദൃച്ഛ്യമോ കഴിക്കുന്നതുമെല്ലാം വലിയ ദുരന്തങ്ങളിലേക്കാണ് രോഗികളെ എത്തിക്കുന്നത്. ഹൃദയാരോഗ്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി രൂപീകരിച്ചത് വേൾഡ് ഹാർട്ട് ഫൗണ്ടേഷൻ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങളുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി അവർ വർഷത്തിലൊരു ദിവസം വേൾഡ് അഡിയറൻസ് ഡേ, അതായത് നമ്മൾ അനുസരിക്കുന്ന ദിവസമായെന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അതായത് മരുന്ന് കഴിക്കുന്ന കാര്യത്തിൽ വളരെ കൃത്യതയോടെ കഴിക്കണം എന്ന് രോഗികളെയൊക്കെ തന്നെ ബോധവൽക്കരിക്കുന്ന രീതിയിലേക്ക് ഒരു ദിനം തന്നെ അവർ ഇതിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ ദിവസം പ്രത്യേക പരിപാടികളും മറ്റും ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയും ഇത് സംബന്ധിച്ച ലഘുലേഖകൾ വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ സംഘടനയുടെ ഒരു രീതിയാണ്. ചൈനയിൽ നിന്നുള്ള ഒരു പഠനം സൂചിപ്പിക്കുന്നത് ഹൃദ്രോഗം ബാധിച്ച ആളുകളെ സംബന്ധിച്ച് അവർ ഡോക്ടർമാർ പറയുന്നത് അനുസരിക്കുകയും കൃത്യതയോടുകൂടി മരുന്ന് കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ ചൈനയിൽ ഏതാണ്ട് 39% അടുത്ത തവണ ഒരു ഹൃദയാഘാതം കൂടി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. ഹൃദയാഘാതം, അതുപോലെ പ്രമേഹമൊക്കെ പോലെയുള്ള മാരകമായ പല രോഗങ്ങളും കൃത്യതയോടുകൂടി നമ്മൾ മരുന്ന് കഴിച്ചില്ല, അതിന് നമ്മുടെ ജീവിതചര്യകളിൽ മാറ്റം വരുത്തിയില്ല എങ്കിൽ ഇത് വലിയ ദുരന്തങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. ചില ആളുകളാകട്ടെ അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളുണ്ടായിരിക്കാം മരുന്ന് കഴിക്കാൻ വിസമ്മതിക്കുന്നത്. പലപ്പോഴും കടുത്ത മാനസിക സമ്മർദ്ദമുള്ള ചില ആളുകൾ, അതുപോലെ സ്കിസോഫ്രൈനിയ പോലുള്ള മാനസിക പ്രശ്നമുള്ള ആളുകൾ, ഇവരൊക്കെ തന്നെ പലപ്പോഴും മരുന്ന് കഴിക്കാൻ വിമുഖത കാണിക്കുകയും ഒപ്പമുള്ളവർ മരുന്ന് കഴിക്കാൻ നിർബന്ധിച്ചാൽ ഇവർ വല്ലാതെ പ്രതികരിക്കുകയൊക്കെ തന്നെ ചെയ്യും. അതുകൊണ്ട് പലപ്പോഴും സംഭവിക്കാറുള്ളത്, ഇവരെ ഇനി പിണക്കണ്ട എന്ന് കരുതിയ ആളുകൾ അവർക്ക് മരുന്ന് കൊടുക്കുന്നതിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നത് പിന്മാറും. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം രോഗങ്ങളുള്ള ആളുകൾ പിന്നീട് അത് വലിയ തോതിലുള്ള മാരക രോഗമായി ഇതൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രശ്നം ഉയരുന്നത്, ചില ആളുകൾ ഏതെങ്കിലും മരുന്ന് കഴിക്കുമ്പോൾ അതിന് പാർശ്വഫലമുണ്ടായി അല്ലെങ്കിൽ അതിന് അലർജിയോ മറ്റോ ഉണ്ടായി ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ പിന്നെ അവർ ആ മരുന്ന് കഴിക്കുന്നത് അങ്ങ് നിർത്തും. എന്നാൽ ഇവർ പലരും ഇതിന് ബദലായി മറ്റൊരു മരുന്ന് ഡോക്ടറെ കണ്ട് എഴുതി വാങ്ങുന്ന പതിവില്ലാത്തവരും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സാധാരണഗതിയിൽ ആളുകൾ ഒരു മരുന്ന് കഴിച്ചെന്തെങ്കിലും അലർജി ഉണ്ടായാൽ ഡോക്ടറെ ചെന്ന് കണ്ട് ഇതിന് അലർജി ഉണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു മരുന്ന് എഴുതി വാങ്ങുന്ന രീതിയുണ്ട്. പക്ഷേ അതുപോലും ചെയ്യാത്ത ആളുകളും ഈ ലോകത്ത് ഒരുപാട് പേരുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏതാണെങ്കിലും മരുന്നുകൾ മനുഷ്യനെ ജീവനോടെ ആരോഗ്യത്തോടെ ഏറെക്കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറെ സഹായിക്കുമെങ്കിലും അവ തെറ്റായ രീതിയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അവർ തന്നെ നിങ്ങൾക്ക് മാരകമായി, അതല്ലെങ്കിൽ നിങ്ങളുടെ മരണത്തിന് പോലും കാരണമായി മാറും എന്നാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു ബ്രിട്ടീഷ് ഗവേഷകരുടെ പഠനം തെളിയിക്കുന്നത്.